ദ സൈലൻസ് ഓഫ് ദ ലാംബ്സ്. ഹൊറർ സിനിമകളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പൂർണ്ണമായും മാറ്റിമറിച്ച മൂവിയാണ് 1991 പുറത്തിറങ്ങിയ ജൊനാഥൻ ഡെം സംവിധാനം ചെയ്ത ദ സൈലൻസ് ഓഫ് ദ ലാംബ്സ്. 24 മിനിറ്റോളം മാത്രം സ്ക്രീൻ പ്രസൻസ് ഉള്ള ആന്റണി ഹോപ്കിൻസിന് ബെസ്റ്റ് ആക്ടറിനുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ഈ സിനിമ ഇതേ പേരിലുള്ള തോമസ് ഹാരിസിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്നിവയ്ക്കുള്ള ഓസ്കാറുകളും ഈ സിനിമ കരസ്ഥമാക്കി. ക്ലരീസ് സ്റ്റെർലിംഗ് മിടുക്കിയായ ഒരു FBI ട്രെയിനിയാണ്. തന്റെ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കാൻ അവൾക്ക് തന്റെ സുപ്പീരിയേഴ്സിനു മുന്നിൽ സ്വയം തെളിയിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു സൈക്കിയാട്രിസ്റ്റും എന്നാൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ഒരു നരഭോജിയുമായ ഹാനിബൽ ലെക്ടറുമായി സംസാരിക്കുന്നതിന് FBI ചീഫ് ക്രോഫോർഡ് അവളെ അയക്കുന്നത്. ബഫലോ ബിൽ എന്നറിയപ്പെടുന്ന ഒരു സീരിയൽ കില്ലറെ കുറിച്ചുള്ള അന്വേഷണത്തിൽ FBIക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലെക്ടറിൽ നിന്ന് ലഭിക്കുമോ എന്ന് അറിയാനാണ് അവളെ അയക്കുന്നതെന്ന് ക്ലരീസ് മനസ്സിലാക്കുന്നു. ഹാനിബൽ ലെക്ടറായി ആന്റണി ഹോപ്കിൻസ് ആണ് അഭിനയിക്കുന്നത്. ക്ലരീസായി ജോഡി ഫോസ്റ്ററും. അങ്ങേയറ്റം അപകടകാരിയായ ഒരു നരഭോജി ആയതുകൊണ്ടും വളരെ ബുദ്ധിമാനായതുകൊണ്ടും പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഒരു സെല്ലിലാണ് ലെക്ടറെ താമസിപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ ഡയറക്ടറാണ് ഡോക്ടർ ചിൽട്ടൺ. ക്ലരീസിനോട് ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അയാളെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി ലെക്ടറിന്റെ മുമ്പിലെത്തുന്ന അവൾക്ക് ഭയമുണ്ടെങ്കിലും അയാളോട് ബുദ്ധിപൂർവ്വം സംസാരിച്ച് കുറച്ചെങ്കിലും അയാളുടെ മനസ്സ് തുറക്കാൻ സാധിക്കുന്നുണ്ട്. ബഫലോ ബിൽ ശ്രദ്ധാപൂർവമാണ് തന്റെ ഇരകളെ തിരഞ്ഞെടുക്കുന്നത്. അവർ അമിത ഭാരമുള്ള യുവതികളാണെന്നത് ശ്രദ്ധേയമാണ്. താൻ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ 3 ദിവസത്തോളം പട്ടിണി കിട്ടതിനു ശേഷം ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി അവരുടെ സ്കിൻ ഉരിഞ്ഞെടുത്തതിന് ശേഷം ഉപേക്ഷിക്കുകയാണ് അയാളുടെ പതിവ്. അവരുടെ ചർമ്മം കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കുകയാണ് ട്രാൻസെക്ഷൽ ആണെന്ന് സ്വയം കരുതുന്ന ബില്ലിന്റെ ലക്ഷ്യം. ഇതിനിടയിൽ ബിൽ US സെനറ്റർ റൂത്ത് മാർട്ടിന്റെ മകൾ കാതറിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. അതേ തുടർന്ന് ഒരിക്കൽ കൂടി ലെക്ടറെ കാണാൻ ക്ലറീസ് വരുന്നു. ബഫലോ ബില്ലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയാൽ കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറാനും ഒരു ആനുവൽ ബീച്ച് വെക്കേഷൻ ആസ്വദിക്കാനുമുള്ള അവസരമാണ് ക്ലാരിസിന്റെ വാഗ്ദാനം. ലെക്ടർ ക്ലാരീസിനോട് അവളുടെ ഭൂതകാലത്തെപ്പറ്റി ചികഞ്ഞു ചോദിക്കുന്നു. തന്റെ പേഴ്സണൽ വിവരങ്ങൾ ഒന്നും തന്നെ കൈമാറരുതെന്ന ക്രോഫോർഡിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ക്ലരീസ് അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അവളുടെ അച്ഛന്റെ അകാലത്തിലുള്ള മരണത്തെക്കുറിച്ചും അനാഥമായ കുട്ടിക്കാലത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നതോടെ ലെക്ടറിന് അവളോട് സഹതാപം തോന്നിത്തുടങ്ങുന്നു. തന്റെ കസിന്റെ റാഞ്ചിൽ കൊല്ലപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ രക്ഷിക്കാനുള്ള അവളുടെ ശ്രമം കൂടി കേൾക്കുന്നതോടെ നിസ്സഹായരായ ഇരകളെ രക്ഷിക്കുകയാണ് ക്ലരീസിന്റെ ഉദ്ദേശമെന്ന് അറിയുന്നതോടൊപ്പം അവളുടെ ബുദ്ധിശക്തിയും ധൈര്യവും നിശ്ചയദാർഢ്യവും മനസ്സിലാക്കുന്ന ലെക്ടറിന് അവളോടൊരു സ്നേഹബന്ധം ഉടലെടുക്കുന്നു. തുടർന്ന് ക്ലരീസിന്റെ വാഗ്ദാനം വ്യാജമാണെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ പോലും ലെക്ടർ അത് സ്വീകരിക്കുകയാണ്. പുതിയ സെല്ലിലേക്ക് മാറ്റുന്നതിനിടയിൽ ഡോക്ടർ ചിൽട്ടന്റെ പെൻ മോഷ്ടിച്ച് സൂക്ഷിക്കുന്നുണ്ട് ലെക്ടർ. അവിടെ എത്തിയ ക്ലരീസ് ലെക്ടറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. അവൾക്ക് വേണ്ട വിവരങ്ങൾ കേസ് ഫയലിൽ തന്നെയുണ്ടെന്ന് അയാൾ പറയുന്നു. ബില്ലിന്റെ റിയൽ നെയിം ലെക്ടർ വെളിപ്പെടുത്തുന്നതിന് മുൻപേ സീനിയർ ഓഫീസേഴ്സ് വന്ന് അവളെ കൊണ്ടുപോകുന്നു. ഡിന്നർ നൽകുവാൻ പോലീസ് ഓഫീസേഴ്സ് വരുന്ന സമയത്ത് പെന്നിന്റെ നിബ്ബ് കൊണ്ട് ഹാൻഡ്കഫ്സിന്റെ ലോക്ക് റിമൂവ് ചെയ്യുന്ന ലെക്ടർ 2 ഗാർഡ്സിനെയും മാരകമായി പരിക്കേൽപ്പിച്ചു കൊല്ലുന്നു. അതിലൊരു ഗാർഡിന്റെ വേഷം ധരിച്ച് പരിക്കേറ്റ നിലയിൽ കിടന്ന ലെക്ടറിനെ പോലീസാണെന്ന് തെറ്റിദ്ധരിച്ച് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിലുള്ള ഗാർഡ്സിനെയും അടിച്ചവശരാക്കി ലെക്ടർ രക്ഷപ്പെടുകയാണ്. കേസ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന ഫ്രെഡറിക്ക ബിമൽ എന്ന ബില്ലിന്റെ ആദ്യ വിക്ടിമിനെ അന്വേഷിച്ചു പോകുന്ന ക്ലരീസ് ഒടുവിൽ ബില്ലിന്റെ താവളത്തിലെത്തുകയും അവിടെ വെച്ച് നടക്കുന്ന ഏറ്റുമുട്ടലിൽ ബില്ലിനെ വെടിവെച്ച് കൊല്ലുകയും സെനറ്ററുടെ മകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്ലരീസിന്റെ ചീഫ് ക്രോഫോർഡ് താൻ കണ്ടുപിടിച്ച അഡ്രസ്സിൽ ബില്ലിനെ അന്വേഷിച്ചു പോകുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ്. ക്ലരീസിന്റെ ഗ്രാജുവേഷൻ പാർട്ടിക്കിടയിൽ അവൾക്ക് ലെക്ടറിന്റെ കോൾ വരുന്നു. ഇപ്പോഴും കുഞ്ഞാടുകളുടെ കരച്ചിൽ അവൾ കേൾക്കാറുണ്ടോയെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവളുടെ മറുപടി. ലെക്ടർ എവിടെയാണെന്ന് ചോദിക്കുന്ന ക്ലരീസിനോട് താൻ ഒരു സുഹൃത്തിനെ കാത്തിരിക്കുകയാണെന്നും അയാളാണ് തന്റെ ഇന്നത്തെ ഡിന്നർ എന്നും പറഞ്ഞ് ഡോക്ടർ ചിൽട്ടന്റെ പുറകെ നടന്നകലുന്ന ലെക്ടറിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ നിർമ്മിച്ച ഈ സിനിമ ഹൊറർ സിനിമകളുടെ ചരിത്രത്തിൽ ഒരു ക്ലാസിക് തന്നെയാണ്. സാങ്കേതികമായും സംവിധാനത്തിലും ഛായാഗ്രഹണത്തിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഈ സിനിമയിൽ അഭിനേതാക്കളും തങ്ങളുടെ റോൾ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു.